സകലതും കള്ളന്മാരാണ്, സർവ്വതും കള്ളന്മാരാണ്. ഒരു മീഡിയ പറയുന്നതോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കൂട്ടം കൂടി എന്ന് പറയുന്നതോ അല്ല ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിന് SITക്ക് അനുമതി നൽകിക്കൊണ്ട് ഹൈക്കോടതി എത്തിയിരിക്കുന്നു. ഇത്രയും കള്ളന്മാരെ ഇങ്ങനെ വളർത്തുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം ഒരുക്കിയെടുത്തു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അപ്പോൾ ഇതിനായിട്ടിപ്പോൾ ഈ SITയുടെ അനുമതി ഹൈക്കോടതി നൽകി കഴിയുമ്പോൾ ഇതിനായിട്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിക്കാം. എന്തുമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും അന്വേഷണം നടത്താൻ SITക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇനി അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്ന നാലാമത്തെ ആഴ്ചയാണ്. അപ്പോൾ ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും പോറ്റിയെ മുൻനിർത്തി വൻ തട്ടിപ്പ് നടന്നതായിട്ട് തന്നെയാണ് കോടതിക്ക് അടക്കം സംശയം ഉണ്ടായിരിക്കുന്നത്. ചെന്നൈയിൽ എന്താണ് നടന്നത് എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. പോറ്റിക്ക് ഉദ്യോഗസ്ഥർ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകി ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തു. പോറ്റി നടത്തിയിട്ടുള്ള പല ഇടപാടുകളിലും ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ദേവസ്വം ബോർഡിന് ഒരു വളരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ആഞ്ഞടിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡിനെതിരെ. ആരെല്ലാം സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായോ അവരിലേക്കെല്ലാം തന്നെ അന്വേഷണം എത്തണമെന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ നിലപാട്. അപ്പോൾ ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്ന് കൂടി ഹൈക്കോടതി SITയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ആരെല്ലാം ഈ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായോ അവരെ എല്ലാം അകത്താക്കി അടങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുക എന്നത് ആരുടെ ലക്ഷ്യമാണ്? ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യമാണ്. ആ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധനം പരിധിയിൽ വരെ വരേണ്ട ആൾക്കാർ തന്നെയാണോ എന്ന് ശ്രദ്ധിക്കണമെന്ന് കൂടി, അങ്ങനെ വരുമോ എന്ന് പരിശോധിക്കണമെന്ന് തന്നെയാണ് SITയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ശബരിമലയിൽ ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശിയതിലും കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ആവശ്യപ്പെടുന്നത്. സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശബരിമലയിൽ സ്വർണത്തിന്റെ അടക്കം ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, നേരത്തെ വിജയ് മല്യ തനിത്തങ്കം പൂശിയ വാതിൽപ്പാളികൾ അഴിച്ചെടുത്ത് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടതിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ പരമസ്വാതന്ത്ര്യം നൽകിയെന്നും ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ടായിരുന്നു എന്നുകൂടി കണ്ടെത്തേണ്ടതുണ്ട്. അവരെ ആരാണ് എന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇതാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉടൻ വരും. അതിൽ മാത്രമേ തീരുമാനങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ശ്രീകോവിലിൽ പുതിയ വാതിൽ വച്ചതിലും പോറ്റിയെ മുൻനിർത്തി വൻ തട്ടിപ്പ് നടന്നതായി സംശയിക്കുന്നു എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഇത് ചെന്നൈയിൽ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി കൃത്യമായി അറിയിക്കേണ്ടതുണ്ട്. പോറ്റിക്ക് സ്വാതന്ത്ര്യം, ഇത്തരത്തിൽ അമിത സ്വാതന്ത്ര്യം നൽകിയവർ ആരൊക്കെയാണ്, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ്, മാത്രമല്ല ഇനി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വരുന്നവർ ആരൊക്കെയാണെങ്കിലും അതിനകത്ത് അവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് എന്ന് ബോർഡിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഹൈക്കോടതി. ഇതിനകത്ത് ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയതിന് പിന്നിൽ 2018 മുതലുള്ള അന്വേഷണം നടത്തണം. 2018 ശേഷമുള്ള ആരൊക്കെ ഭരിച്ചിട്ടുണ്ടോ അവരെ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അത് മന്ത്രിയാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലും ദേവസ്വം മെമ്പർമാരാണെങ്കിലും ദേവസ്വം ഉദ്യോഗസ്ഥരാണെങ്കിലും ആരാണോ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത് അവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഇനി പുറത്തു വരേണ്ടത് ഗൂഢാലോചനയാണ് എന്ന് കോടതി പറഞ്ഞിരുന്നു. 10 ദിവസത്തിനിടെ അന്വേഷണത്തിൽ എന്ത് പുരോഗതി ഉണ്ടായി എന്ന് കൂടി കോടതി കഴിഞ്ഞ ദിവസം ചോദിക്കുകയുണ്ടായി. SIT പിടിച്ചെടുത്ത മിനിറ്റ്സ് ബുക്കും കോടതി ഇതിനോടൊപ്പം തന്നെ പരിശോധിക്കുന്നു. അപ്പോൾ ഇന്ന് നടന്ന ഈ പരിശോധനയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി കോടതി മനസ്സിലാക്കിയിരിക്കുന്നതും ചോദിച്ചിരിക്കുന്നതും. മിനിറ്റ്സ് രേഖപ്പെടുത്തിയതിലും ക്രമക്കേടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ബുധനാഴ്ച ഇന്ന് ദേവസ്വം വിജിലൻസ് മറ്റൊരു റിപ്പോർട്ട് കൂടി സമർപ്പിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളെ കുറിച്ച് ആണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് പുതുതായി സമർപ്പിച്ചത്. അപ്പോൾ ഇതിലും നിർണായകമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുകൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് അകപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടിട്ടുള്ള ഒട്ടനവധി പേരുണ്ട്. ആ ഒട്ടനവധി പേരിലേക്ക് എത്തപ്പെടുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒന്നാമത്തെ പ്രതിസ്ഥാനത്ത് നിൽക്കപ്പെടുന്ന ഒരാളെന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുമ്പ് അതിനുശേഷം വന്നത് മുരാരി ബാബുവാണ്. മുരാരി ബാബുവിന് ശേഷം അതിലേക്ക് എത്തപ്പെടുന്നത് വാസുവാണ്. വാസുവിന്റെ പേരെത്തുമ്പോൾ വാസു ആരൊക്കെയായിരുന്നു, വാസു എന്തായിരുന്നു? വാസു കുളനട എന്ന് പറയപ്പെടുന്നത്, പന്തളത്ത് കുളനട എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. CPM പഞ്ചായത്ത് പ്രസിഡന്റ് ആളായിരുന്നു
ഈ പറയുന്ന വാസു എന്ന് പറയപ്പെടുന്ന വ്യക്തി. മാത്രമല്ല മന്ത്രി ഗുരുദാസൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ PA ആയിട്ടുള്ളത് ഈ ജുഡീഷ്യൽ ഓഫീസർ ആയ ശേഷം അദ്ദേഹം അതിനകത്ത് PA ആയിട്ട് പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് വന്നതായിരുന്നു. വക്കീലിന്റെ പിന്തുണയിൽ കമ്മീഷണറായിട്ട് വിലസി പിണറായിയുടെ വിശ്വസ്തനായി മാറി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. അത് മാത്രമല്ല സ്ത്രീ പ്രവേശനം ഉറപ്പാക്കിയതോടുകൂടി ഇദ്ദേഹത്തിന് പ്രത്യുപകാരമായിട്ട് കിട്ടിയതാണ് അവിടുന്ന് കിട്ടിയ ഈ ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ വാസുവിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയാൻ ഒരുപാട് കഥകളുണ്ട്. CPMന്റെ അണിയറ പ്രവർത്തകൻ, CPMനോടൊപ്പം ഇത്രത്തോളം ചേർന്ന് നിന്ന ആൾ, സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാകുന്ന CPM നേതാവായി മാറുകയാണ് N വാസു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുളനട പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റാണ് വാസു എന്ന CPMകാരൻ. ഈ കേസിൽ 3 പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ 3 പേരും CPM ബന്ധമുള്ളവരാണ് എന്നുള്ളത്. ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയം അവ്യക്തമാണ്. എല്ലാ നേതാക്കളുമായിട്ടും ഈ പോറ്റിക്ക് അടുപ്പമുണ്ട്. എന്നാൽ അറസ്റ്റിലായിട്ടുള്ള ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു CPM തൊഴിലാളി സംഘടനയുടെ നേതാവായിരുന്നു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാറും CPMകാരനാണ്. പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. ഇപ്പോൾ N വാസുവും പ്രതിയാകുമ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് വ്യക്തതയില്ലാത്തത്. പക്ഷെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വരുന്നു. കാരണം ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഉന്നത ബന്ധമുള്ള CPMകാരനാണ് വാസു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാധ്യതയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള ചുറ്റിക്കളിയും നടക്കില്ല. ഹൈക്കോടതി വളരെ കൃത്യമായി ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട്, ആരാണെങ്കിലും ഇതിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതുകൊണ്ട് വാസുവിന്റെ അറസ്റ്റ് നടക്കും. 2018 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ, അന്ന് കമ്മീഷണറായിരുന്ന വാസു, സ്ത്രീ പ്രവേശന വിഭാഗത്തിലടക്കം നിയമ നടപടികളിൽ മുന്നിൽ നിന്നത് ഈ വാസുവായിരുന്നു. മാത്രമല്ല സ്ത്രീ പ്രവേശന വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഈ വാസുവിന്റെ ഇടപെടലുകളുടെ ആയിരുന്നു എന്നുള്ള ആരോപണമടക്കം നിലനിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടത്തിപ്പിൽ സർക്കാരിനായിട്ട് യാത്ര ചെയ്തതും ഇതേ വാസു തന്നെയായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് അന്ന് വാസു നേരെ പോയത് AKG സെന്ററിലേക്കാണ്. അവിടെ ചെന്ന് ഈ പിണറായി വിജയനോടും ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയോടും സമസ്താപരാധങ്ങളും പുറത്ത് മാപ്പാക്കണമെന്ന് പറയുന്നു. മാത്രമല്ല സ്ത്രീ പ്രവേശനം നടത്തിയതിന് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള രീതിയിൽ പുതിയ പദവി നൽകുന്നതും അതേ AKG സെന്ററിലായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ AKG സെന്ററിലേക്ക് പോയതൊക്കെ അന്ന് വലിയ ചർച്ചയും വാർത്തകളുമായിരുന്നു. അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. ഈ AKG സെന്റർ കൂടിക്കാഴ്ച അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അതായത് സ്ത്രീ പ്രവേശന വിധിയിലെ ദേവസ്വം ബോർഡ് തീരുമാനങ്ങളിലെ വൈരുദ്ധ്യമടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയാവുകയും ചെയ്തിരുന്നു. CPM ബന്ധമുള്ള അഡ്വക്കേറ്റിലുള്ള സ്വാധീനമാണ് വാസുവിനെ AKG സെന്ററിലേക്ക് എത്തിച്ചത്. പിന്നെ അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായി തീർന്നു, അല്ലെങ്കിൽ പ്രിയങ്കരനായി തീർന്നു വാസു എന്നുള്ളതാണ്. ഈ വക്കീലിനും ശബരിമലയിലെ ഓരോ കാര്യവും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. മാത്രമല്ല ഈ വക്കീലിലേക്ക് ഇതുവരെ ഇനി അന്വേഷണം എത്തുമോ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. മാത്രമല്ല സ്ത്രീ പ്രവേശന വിധിയെ തുടർന്ന് ബോർഡ് അംഗീകരിക്കുന്ന സത്യവാങ്മൂലം അടക്കാവുന്ന വലിയ ചർച്ചയാവുകയും ചെയ്തു. അപ്പോൾ അന്ന് വലിയ നവോത്ഥാനമൊക്കെ പ്രസംഗിച്ചു വന്ന CPMനെയും പിണറായി വിജയനെയും കൊണ്ടുപോയതൊക്കെ ഈ വാസുവിന്റെ നിലപാടായിരുന്നു എന്നുള്ളത് അന്ന് വലിയ ചർച്ചയായിരുന്നു. ഇത് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിധി നടപ്പാക്കാൻ സാവകാശം തേടാനുള്ള പത്മകുമാറിന്റെ നീക്കം അടക്കം പൊളിഞ്ഞത് വാസുവിന്റെ ഇടപെടൽ കാരണമായിരുന്നു. കാരണം CPMന്റെ വനിതാ സംരക്ഷണം അതിലേക്ക് പോലും കാര്യങ്ങൾ എത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് വാസുവിന്റെ ഈ നിലപാടുകൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. 2 ഘട്ടം തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായ CPMകാരനാണ് വാസു. 1977-ലും 82-ലും കുളനട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. പിന്നീട് വിജിലൻസ് ട്രിബ്യൂണലിൽ ജഡ്ജിയായിട്ട് വന്നു. മന്ത്രി PK ഗുരുദാസന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് IASകാർക്ക് മാത്രം അവകാശമുള്ള ദേവസ്വം കമ്മീഷണറായി എത്തുന്നത്. അപ്പോഴും അതിന് പിന്നീടൊക്കെ വലിയ രാഷ്ട്രീയ ബന്ധമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDF സർക്കാർ വന്നപ്പോൾ വീണ്ടും IASകാരൻ ആ പദവിയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ വീണ്ടും ദേവസ്വം കമ്മീഷണറായിട്ട് ഇതേ വാസു അവിടെ രംഗപ്രവേശം ചെയ്തു. പിന്നീട് സർക്കാരിന്റെ വിശ്വസ്തനായി മാറുന്നത് നമ്മൾ കണ്ടു. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മുകളിലായിരുന്നു വാസു എന്നത് പകൽ പോലെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അങ്ങനെ വാസുവിന്റെ ഇടപെടലുകൾ പലപ്പോഴും രാഷ്ട്രീയ തീരുമാനങ്ങളായിരുന്നു എന്ന് പിന്നെ പലർക്കും മനസ്സിലാക്കാനും കഴിഞ്ഞു. വാസുവിനോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ എല്ലാവരും. ഇതിൽ സുധീഷ് കുമാർ വാസുവിന്റെ PAയുമായിരുന്നു. അങ്ങനെ അഴിമതി കേസിൽ കുടുങ്ങിയ ശേഷമായിരുന്നു ഈ PA എന്നുള്ള നിയമനമടക്കം കിട്ടിയത്. മെസ്സ് തട്ടിപ്പിലെ വിജിലൻസ് അന്വേഷണം സുധീഷ് കുമാർ അട്ടിമറിച്ചു എന്നുവരെ ഇതുണ്ടായിരുന്നു. പക്ഷെ അന്ന് വാസുവാണ് ഈ സുധീഷ് കുമാറിനെ രക്ഷിച്ചെടുക്കുന്നത്. അങ്ങനെ യുവതീ പ്രവേശനത്തിൽ സർക്കാരിന്റെ നിലപാട് ഹൈക്കോടതിയിൽ എത്തിക്കുവാൻ മുന്നിൽ നിന്ന വ്യക്തിയായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ടുള്ള വാസു. ദേവസ്വം ബോർഡ് കമ്മീഷണർ പിന്നെ ഇതിന് പകരമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ പദവിയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി എന്ന് പറയപ്പെടുന്നത്. അതായത് ഇതിനകത്തേക്ക് എത്തപ്പെടുമ്പോൾ വാസുവിനെ എന്തിനാണ് പ്രതിയാക്കുന്നത് നമ്മൾ ചോദിക്കും. ശബരിമല ശ്രീകോവിലിലെ കട്ടളയിൽ സ്വർണം കവർന്ന കേസിലെ 3-ാം പ്രതിയും
ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും 2019 ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലായിരുന്നപ്പോഴും ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരുന്നതായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ഈ കേസിൽ 5ാം പ്രതിയായിട്ടുള്ള അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറും 6ാം പ്രതിയായിട്ടുള്ള അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും അറസ്റ്റിലായി റിമാൻഡിലാണ്. എന്നാൽ 3ാം പ്രതിയായ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടച്ചതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കട്ടളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന വാസു 2019 മാർച്ച് മാസം 19 നിർദ്ദേശം നൽകിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ 3ാം പ്രതിയാക്കിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ മാർച്ച് 31 കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറുകയും അദ്ദേഹം ചെയ്തു. അതിനുശേഷം സ്വർണം പൂശിയതിന്റെ ബാക്കി സ്വർണം ഉപയോഗിച്ച് നിർധനരായിട്ടുള്ള പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിന് അഭിപ്രായം ചോദിച്ചുകൊണ്ട് 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് 2019 ഡിസംബർ മാസം 9 ഒരു ഇമെയിൽ അയക്കുന്നു. അന്ന് എ പത്മകുമാർ അന്ന് പ്രസിഡന്റാണ്. പലരും അന്ന് എ പത്മകുമാറാണെന്ന് പ്രസിഡന്റാണെന്ന് പലരും തെറ്റിദ്ധരിക്കുകയും വിചാരിക്കുകയും ചെയ്യും. എന്നാൽ വാസുവായിരുന്നു പ്രസിഡന്റ് എന്ന് വെളിവായതോടുകൂടിയാണ് ഇദ്ദേഹത്തിൽ അഭിപ്രായം തേടാൻ തുടങ്ങി. ഇല്ലെങ്കിൽ വാസുവിനെ കുറിച്ചോ ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ല. പക്ഷേ 2019 ആ ഇമെയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് വാസു ഇടപെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായി വന്നു. വാസുവിന്റെ ഇടപെടലുകൾ പലപ്പോഴും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളാണ് എന്ന് AKG സെന്ററിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതാണ് എന്നും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോഴും ഈ വാസു മൗനിയായിരുന്നു, മൗനം പാലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പിണറായിയുടെ വളരെ വിശ്വസ്തനും പ്രിയങ്കരനും ശിഷ്യനുമായിട്ടുള്ള ഈ വാസു കൂടി അറസ്റ്റിലാകാൻ പോകുന്നു. ഇനിയുള്ളത് 2-3 പേർ കൂടി മാത്രമാണ്. അവരെയും ഉടൻ തന്നെ അറസ്റ്റിലേക്ക് എത്തിക്കും, അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും.